നഹാം സ്റ്റൈൻസിനെ രണ്ടു കുട്ടികളെയും പച്ചനെ കത്തിച്ചു. തൊട്ടടുത്ത ദശാബ്ദത്തിൽ കാന്തമാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വാമി ലക്ഷ്മണാനന്ദ, അദ്ദേഹം 80 വയസ്സുള്ള ഒരു സ്വാമി, ആ സ്വാമിയുടെ കൂടെ ഉള്ള അംഗരക്ഷകൻ ഒരു രാത്രി കാണുന്നില്ല. പിറ്റേന്ന് സ്വാമി മരിച്ചതായി കണ്ടു. ഈ സ്വാമിയുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് 48 മണിക്കൂർ നീണ്ട ശവമഞ്ച ഘോഷയാത്ര നടത്തി. ആ ഘോഷയാത്ര നടത്തിയപ്പോൾ ഉടനീളം പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് കൊന്നതെന്നാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? 395ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചു. കുരിശ് കാണുന്ന ഇടങ്ങളിൽ മുഴുവൻ കയറി ആക്രമിക്കുന്നു. വലിയ കലാപം ഉണ്ടാക്കുന്നു. ആ കലാപം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആ കലാപം നീണ്ട് 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് 56,000 പേർക്ക് കുടുംബം നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളെ തൊട്ടടുത്ത്, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൂ, ഒരു ദശാബ്ദത്തിൽ അതുണ്ടായപ്പോൾ ഈ മനുഷ്യരുടെ മുഴുവൻ ഉള്ളിൽ നിൽക്കുകയാണ്. അതായത് ഹിന്ദു മതം മനസ്സിൽ സ്വീകരിച്ചവരുടെ മുഴുവൻ ഉള്ളിൽ നിൽക്കുകയാണ് ക്രിസ്ത്യാനി. 80 വയസ്സായ ഒരു പാവപ്പെട്ട ലക്ഷ്മണാനന്ദയെ കൊന്നുള്ളതല്ല. എന്ത് വൃത്തികെട്ടവന്മാരാണ് അവർ. തൊട്ടടുത്ത ദശാബ്ദത്തിൽ മണിപ്പൂർ സംഭവം ഉണ്ടാവുകയാണ്, സമാനമായ ഒരു സംഭവം. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാത്തിനും ഒരു സമാന സ്വഭാവമുണ്ട്. എന്താണ് സമാന സ്വഭാവം എന്നറിയാമോ? ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം. കാന്തമാലിൽ വെച്ച് ഒരു കന്യാസ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തതിനു ശേഷം പരേഡ് നടത്തി, നഗ്നയായി പരേഡ് നടത്തി. ഇതേ സംഭവം നമ്മൾ മണിപ്പൂരിൽ കണ്ടു. മണിപ്പൂരിൽ ഇതേ സംഭവം കാണുക മാത്രമല്ല, ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 350ഓളം ദേവാലയങ്ങൾ അടിച്ച് തകർക്കപ്പെട്ടു. 24 മണിക്കൂർ ചിന്തിക്കാൻ പറ്റില്ല.